ഹലോ, എല്ലാവർക്കും നമസ്കാരം. നിഷ മധുശ്രീയാണ്, ഡോട്ടർ ഓഫ് റെയിൻ യൂട്യൂബ് ചാനലിൽ നിന്ന്. താങ്ക് യു സോ മച്ച് ഫോർ ദ ഗ്രേറ്റ് സപ്പോർട്ട് ഓരോരുത്തരിൽ നിന്നും കിട്ടുന്നത്. ഒത്തിരി കുറച്ച് പേര് ന്യൂ സബ്സ്ക്രൈബേഴ്സ് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ടു ഈച്ച് ആൻഡ് എവറി വ്യൂവേഴ്സ്. ഗോഡ് ബ്ലെസ് ഓൾ. ഓക്കെ, ഇനിയും എന്നെ സപ്പോർട്ട് ചെയ്യണം. അതെനിക്കൊരു പോസിറ്റീവ് എനർജിയാണ്. നല്ല നല്ല വീഡിയോസ് ചെയ്യാൻ, നല്ല നല്ല കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യുവാനും, നിങ്ങൾക്ക് സന്തോഷമുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്നാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ബി ഹാപ്പി ഓൾവേസ്, അതാണ് എൻ്റെ ആഗ്രഹം. നിങ്ങളെല്ലാവരും എന്നും സന്തോഷമായിട്ടിരിക്കണം. എപ്പോഴും നിങ്ങൾ എന്താണ് പറയുക, ചില്ലായിട്ടിരിക്കണം. ചില്ലായിട്ട് കേട്ടോ. ഞാൻ പൊതുവെ ഈ മഴക്കാലത്ത് ഭയങ്കര ചില്ല്. ഓക്കെ, അതായത് ഈ മഴക്കാലം പ്രമാണിച്ച് സന്തോഷമായിട്ടൊക്കെ ഇരിക്കാൻ വേണ്ടി ഞാൻ ഇന്നൊരു ചെറിയ സാധനം വാങ്ങിച്ചു. ടിയാറ എന്നാണ് ഇതിൻ്റെ പേര്. കൊച്ചു പിള്ളേരൊക്കെ ഉള്ളവർക്കൊക്കെ അറിയാമായിരിക്കും. കൊച്ചു പെൺകുട്ടികളൊക്കെ ഉള്ള, എനിക്കൊരു മോനാണല്ലോ, അപ്പം പെൺകുട്ടികളുള്ളവരല്ലേ ഇതൊക്കെ വാങ്ങിക്കുക. അപ്പോൾ ഏതായാലും എനിക്ക് ചെറുതായിട്ടപ്പോൾ ഇത് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് എനിക്ക് കണ്ടപ്പോൾ ഞാൻ മേടിച്ചു. ഇന്നത് തല വെച്ച് നോക്കാം. കൊള്ളാമല്ലേ? സൂപ്പറാണ്. അവിടെ ഇരിക്കട്ടെ. ഓക്കെ, നല്ല ഭംഗിയുള്ളല്ലേ? ഓക്കെ, വേണ്ട, കുറച്ച് കഴിയുമ്പോൾ വയ്ക്കാം. ഓക്കെ, കാര്യം പറയട്ടെ. ഞാൻ ഇന്നലെ ഒരു വീഡിയോ പകുതിയാക്കിയപ്പോഴത്തേക്കും സ്റ്റോറേജ് തീർന്നു പോയതുകൊണ്ട് ബാക്കിയുണ്ട്. അതായത് റേക്കി ഹീലിംഗ്. ഞാൻ റേക്കി ഹീലറാണ്. റേക്കി 3 ലെവൽസ് പഠിച്ചിട്ടുണ്ട്. ക്രിസ്റ്റൽ ഹീലിങ്ങിൻ്റെ അഡ്വാൻസ് ലെവൽ വരെ പഠിച്ചിട്ടുണ്ട്. പിന്നെ ആർട്ട് ഓഫ് വിഷ്വലൈസേഷൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അബണ്ടൻസിൻ്റെ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം എന്നെ പഠിപ്പിച്ചത് പ്രിയ ഷാ മാം എന്ന് പറഞ്ഞിട്ട് പൂനെയിലുള്ളൊരു മാമാണ്. അവർക്ക് സൂക്ഷ്മൂർജ എന്ന് പറഞ്ഞിട്ടൊരു സെൻറ്ററൊക്കെ പൂനെയിലുണ്ട്. മാം നേരത്തെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു താമസം, നവി മുംബൈയിൽ. അപ്പം മാമിൻ്റെ ക്ലാസ് എനിക്ക് എന്താ പറയുക, എനിക്കത് മാത്രമല്ല എൻ്റെ കുറേ കൂട്ടുകാർക്കും ഒത്തിരി ഹെൽപ്പായി. കാരണം നമ്മൾ ഒരു കുഞ്ഞു കാര്യത്തിന് പോലും നമ്മൾ ഒത്തിരി സങ്കടപ്പെടും. അതുപോലെ തന്നെ നമുക്ക് ഭയങ്കര ആൻസൈറ്റി അല്ലേ? അങ്ങനെ പൊതുവെ സ്ത്രീകൾക്കൊക്കെ ഇങ്ങനെ നമ്മുടെ മക്കളൊക്കെ ഒന്ന് പുറത്ത് പോയിട്ട് തിരിച്ച് വരാൻ ഇച്ചിരി ലേറ്റായ ഒരു ആൻസൈറ്റി അല്ലേ? അപ്പോൾ നമ്മളെല്ലാം എന്തുകൊണ്ടാണ് അങ്ങനെ ആൻസൈറ്റി വരുന്നത്? നമ്മൾ വിഷ്വലൈസ് ചെയ്യുന്നു. എന്തെങ്കിലും മോശം സംഭവിക്കുമോ എന്ന് ചിലപ്പോൾ വിഷ്വലൈസ് നമ്മൾ അറിയാതെ ചെയ്തു പോകും. പേടിച്ചിട്ടാണ്. നമ്മളെന്തിനാ ഈ ന്യൂസ് പേപ്പറെല്ലാം വായിക്കുമ്പോൾ മിക്കവാറും ന്യൂസ് പേപ്പറിലെല്ലാം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്. എല്ലാവരും അല്ല, ഇപ്പം ന്യൂസ് പേപ്പറുകാരൊക്കെ മാറ്റം വരുത്തിയിട്ടുണ്ട്. സന്തോഷമുള്ളതും ഉണ്ട്, സങ്കടമുള്ളതും ഉണ്ട്. സങ്കടമുള്ളത് സംഭവിക്കുന്നതുകൊണ്ടാണല്ലോ അവർ വാർത്ത കൊടുക്കേണ്ടത്. അവരുടെ ഒരു മാധ്യമ ധർമ്മം ആയതുകൊണ്ടാണ് അവർ കൊടുക്കണേ. എന്തായാലും ഞാൻ മാധ്യമധർമ്മം എന്നൊക്കെ പറയുമ്പോൾ ധർമ്മമല്ല, ധർമ്മം. എനിക്ക് ഞാൻ മലയാളം പഠിപ്പിക്കുന്ന ടീച്ചറായതുകൊണ്ട് തന്നെ ഈ ധായൊക്കെ മാറിപ്പോയി കഴിഞ്ഞാൽ ഞാൻ വിചാരിക്കും, എൻ്റെ ദൈവമേ, എന്നെ ആരെങ്കിലും എന്താ പറയുക, നീ മലയാളം ടീച്ചർ ഇങ്ങനെ മലയാളമാണോ പറയണതെന്നൊക്കെ ചോദിച്ചാലോ എന്നോർത്ത് പെട്ടെന്ന് മാറ്റിയത്. ഏതെങ്കിലും ദായ ആയിക്കോട്ടെ, ഞാൻ ഉദ്ദേശിച്ചത് അതാണ്. നമുക്ക് മീഡിയകളിപ്പം സന്തോഷമുള്ളതും സങ്കടമുള്ളതും എല്ലാം നമുക്ക് ന്യൂസ് പേപ്പറിൽ കാണും. അപ്പോൾ നമ്മൾ കൂടുതലെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിൽ കൂടുതൽ ടച്ച് ആവുന്നത് നോർമലായിട്ടുള്ള ഹ്യൂമൻ ബീയിങ്സിന് സങ്കടമുള്ളതാണ് നമ്മൾക്ക് മനസ്സിലോട്ട് കൂടുതൽ നമ്മൾ രജിസ്റ്റർ ചെയ്ത് വെക്കുന്നത്. അപ്പം അവിടെ ഒരു കുട്ടി കിണറ്റിൽ വീണു, ഇവിടെ ഒരാൾ ബൈക്ക് ഇടിച്ച് മരിച്ചു, ഇവിടെ ഒരാൾ ഫ്ലൈറ്റിൽ പോയപ്പോൾ ഫ്ലൈറ്റ് ഇതായി, ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മളിങ്ങനെ ആൻസൈറ്റി ആവും. അപ്പം ലേഡീസിനാണെങ്കിലും പ്രത്യേകിച്ച് ഒരു ഹോർമോണൽ ചേഞ്ചസിൻ്റെ സമയത്ത്, അതുപോലെ അവരുടെ എന്താ പറയുക പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോമിൻ്റെ ആ ഒരു സമയത്തൊക്കെ ആൻസൈറ്റി കൂടുതലും സങ്കടം കൂടുതലും കരച്ചിൽ കൂടുതലും ഒക്കെ ആയിരിക്കും. അത് കൂടുതൽ ലേഡീസിനാണ് ഈ മൂഡ് സ്വിങ്സ് വരുന്നത്. ജെൻസിന് മൂഡ് സ്വിങ്സ് ഇല്ലാഞ്ഞിട്ടല്ല, ജെൻസിന് മൂഡ് സ്വിങ്സ് ഉണ്ട്. പിന്നെ ഇനി ഒന്നും പറയണ്ട. കള്ളു കുടിക്കുന്ന മനുഷ്യന്മാരൊക്കെ കള്ളു കുടിക്കാതിരിക്കുക എന്ന് ഞാൻ പെട്ടെന്ന് അങ്ങ് പറയുകയാണ്. എന്തിനാണ് ഈ ബിവറേജുകാർക്കൊക്കെ കാശുണ്ടാക്കി നിങ്ങൾ കൊടുക്കുന്നത്? ബിവറേജ് കഴിക്കുക, ഈ പറഞ്ഞ കള്ളൊക്കെ കുടിക്കാതെ
കുറച്ച് ചായ, നല്ല ചായയൊക്കെ കുടിച്ച് സന്തോഷമായിട്ടിരിക്കാൻ ഞാൻ പറയും. അപ്പം ഞാൻ പറയുന്നത് എപ്പോഴും പോസിറ്റീവായിട്ടിരിക്കണം. പിന്നെ ഞാൻ പറഞ്ഞത് ഡോക്ടർ ആവാൻ ആഗ്രഹിച്ചിട്ടുള്ളൊരു കാര്യം, ഡോക്ടർ ആവാനൊക്കെ ആഗ്രഹിച്ച് അങ്ങനെ നടന്ന സമയത്ത് ഡോക്ടറായില്ല. ഡോക്ടറാകാതെ പിന്നെ ഞാൻ വിചാരിച്ചു നഴ്സറി ടീച്ചറാവാമെന്ന്. അല്ല, കമ്പ്യൂട്ടറൊക്കെ പഠിച്ച ശേഷം പിന്നെ വേറെ എന്തെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എന്താ ഇങ്ങനെ കുറേ ഒന്നും ഞാൻ വിചാരിച്ച പോലെയല്ല നടന്നത്. അപ്പം ഞാൻ ഇന്ന് ഹോം മാനേജറാണ്, അതേസമയം മലയാളം ടീച്ചറാണ്, അതേസമയം റേക്കി ഹീലറാണ്. അപ്പോൾ ഏകദേശം ഡോക്ടറുമായി, ഇതുമായി, ടീച്ചറുമായി എല്ലാം കൂടി ആയിട്ടുണ്ട്. ഒരു അമ്മയുമായി, ഭാര്യയായി, എന്തായാലും മകളുമാണ്, മരുമകളുമാണ്, ഇങ്ങനെയൊക്കെ. അപ്പം